നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് റെയിൻഫാൾസ്. ഇത് റെയിൻഫാൾസിലെ കടത്തുവഞ്ചി നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടത്താനുള്ള ബോട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ബോട്ടിങ് എടുത്തു. യെല്ലോ ബോട്ടായിരുന്നു. സോ ആ യെല്ലോ ബോട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. സോ ബോട്ട് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബോട്ട് ബോർഡ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ആ ബോട്ട് കയറി നമ്മളിങ്ങനെ വളഞ്ഞ് അവിടെ ഒരു ചെറിയൊരു റോക്കിൻ്റെ ഒരു ചെറിയൊരു മൗണ്ടെയിൻ ഉണ്ട്. ക്ലിഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു മൗണ്ടെയിൻ. സോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. അത് നമ്മൾ ഈ യെല്ലോ ബോട്ടിൽ പോയാൽ മാത്രമേ അവിടെ നിർത്തി നമുക്ക് കയറാനുള്ള അനുമതി അവിടെ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഏത് ബോട്ടിൽ പോയാലും നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് ആ റെയിൻഫാൾസിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ പോയി നമ്മൾ അവിടെ ഒരു ഡോക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ ബോട്ട് കൊണ്ട് നിർത്തി റോക്കിൻ്റെ മുകളിലേക്ക് കയറി സ്റ്റെപ്പൊക്കെ കയറി പോയി. അവിടെ ഭയങ്കര ട്രാഫിക് കൺജഷനൊക്കെ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. സോ കുറേ വെയിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ അകലെന്ന് കാണുന്ന ഒരു റെയിൻഫാൾസ് അല്ല, ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ വേറൊരു ടൈപ്പ് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആക്ച്വലി ബോട്ടൊക്കെ ചെറിയൊരു ഉറുമ്പിൻ്റെ ഒരു സൈസിലേക്ക് നമുക്ക് കാണാം. കാരണം അത്രയും വലിയൊരു വാട്ടർഫാൾ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ടാം ഈ ബോട്ടൊക്കെ ഏകദേശം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് അവർ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം ഞാൻ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് പോവാം. പക്ഷെ ആൾ കുറേ ട്രൈ ചെയ്ത് ഉള്ളോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ആൾക്ക് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ആ ബോട്ടിന് അത്രയും പവർ കുറവാണ് ആൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ബോട്ടിങ് വേറെ ബോട്ടിങ് ടൈപ്സ് ഒക്കെ ഉണ്ട്. പിങ്ക് ബോട്ടുണ്ട്, ഗ്രീൻ ബോട്ടുണ്ട്. അതിനൊക്കെ ഓരോരോ ഐറ്റിനറി പ്ലാനിങ്സ് ഒക്കെ വേറെയാണ്. റെയിൻഫാൾസിൽ പോകുന്ന ആളുകൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് അത്രയേ ഉള്ളൂ. സോ ബൈ ഫ്രം ഇറ്റ്സ് മീ വെൽക്കം.